കൊച്ചിയിലും വൈപ്പിലും ലത്തീൻ സഭയുടെ വോട്ടുറപ്പാക്കാൻ കോൺഗ്രസിന്റെ പുതിയ നയതന്ത്രം ഉടൻ ഉണ്ടാക്കും. ലത്തീൻ സഭയെ അനുനയിപ്പിക്കാനാണ് ശ്രമം. കൊച്ചിയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും വൈപ്പിനിൽ ടോണി ചമ്മണിയുമാണ് മത്സരിക്കുന്നത്. ലത്തീൻ സഭയ്ക്ക് വൻ മേധാവിത്വമുള്ള കൊച്ചിയിൽ പുറമേ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണ്ടെന്ന നിലപാടിലായിരുന്നു കൊച്ചി രൂപത. എന്നാൽ വൈപ്പിനിൽ ലത്തീൻ സമുദായാംഗമായ ടോണി ചമ്മണിയെ നൽകിക്കൊണ്ട് ഇതിനെ പരിഹാരം കാണാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത്. ഇത് കൊച്ചി രൂപതയും ലത്തീൻ സമുദായ നേതാക്കളെയും ബോധ്യപ്പെടുത്താനാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിനുവേണ്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ട് സംസാരിക്കുമെന്നാണ് സൂചന. മുഹമ്മദ് ഷിയാസിന്റെ പ്രചരണത്തിനിടെ വോട്ട് കുത്തകയുടെ പേരിൽ ആരും വിലപേശേണ്ടെന്ന VD സതീശന്റെ പ്രസ്താവന നേരത്തെ വലിയ വിവാദങ്ങൾക്കും ഇടവെച്ചിട്ടുണ്ടായിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണിത്. കാരണം ഇന്നലെ മുസ്ലിം മത നേതാക്കളെ VD സതീശൻ കണ്ടിരുന്നു. അപ്പോൾ നേരിട്ട് ആരുടെയും പിന്തുണ വേണ്ട, വോട്ട് ബാങ്ക് ആർക്കുടെയും ഉറപ്പാക്കേണ്ടതില്ല, അത് ഞങ്ങൾക്ക് പേടിയില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇത്തരം ആളുകളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. കൊച്ചിയെ സംബന്ധിച്ച് സുപ്രധാനമാണ് ലത്തീൻ സഭ. 2, 3 അതിലധികമോ മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ അവർക്ക് കഴിയും. അതിലേറ്റവും പ്രധാനം കൊച്ചിയാണ്. കാരണം കൊച്ചി VD സതീശൻ്റെ വിശ്വസ്തൻ തന്നെയാണ് അവർ മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ ലത്തീൻ സഭയെ അനുനയിപ്പിക്കാൻ സതീശൻ നേരിട്ട് കളത്തിലിറങ്ങിയാൽ സഭ എങ്ങനെ പ്രതികരിക്കുമെന്നതും പ്രധാനപ്പെട്ടതാണ്. എന്താണ് VD സതീശൻ്റെ നീക്കം? സജിത്ത്, ഇതിൽ മുഹമ്മദ് ഷിയാസ് പരാജയപ്പെടുകയാണെങ്കിൽ അത് VD സതീശൻ പരാജയപ്പെടുന്നതിന് തുല്യം തന്നെയാണ്, ഒരു സംശയവുമില്ല. കാരണം എല്ലാവർക്കും ആ ഒരു കോംബോയെക്കുറിച്ച് അറിയാം. പ്രത്യേകിച്ച് എറണാകുളത്തുള്ളവർക്കെല്ലാം തന്നെ വളരെ കൃത്യമായി അറിയാവുന്നതാണ്. VD സതീശൻ്റെ ഏറ്റവും വിശ്വസ്തനായ കൃത്യമായ ഒരു അനുയായിയാണ് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്നത് DCC പ്രസിഡന്റ്. അപ്പോൾ DCC പ്രസിഡന്റിനെ തന്നെ ഈ കളത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ ജയിപ്പിച്ചെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും തന്നെയുണ്ട്, പ്രത്യേകിച്ച് VD സതീശനുമുണ്ട്. ഈ കൊച്ചി മണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ വളരെ നേരത്തെ ചർച്ച ചെയ്തതാണ്. കൊച്ചി മണ്ഡലത്തിൽ ലത്തീൻ സഭ എന്ന് പറയുന്നത് കൊച്ചി രൂപത വളരെ കൃത്യമായി തന്നെ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു. ഇത് കൊച്ചി രൂപതയിൽ നിന്ന് തന്നെ വേണം പ്രതിനിധി എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. അത് പൊതുവേദികളിലടക്കം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഇത് ലീഗിന് വെച്ചു മാറാനുള്ളൊരു നീക്കം വന്നപ്പോൾ അതിനെയായിരുന്നു ആദ്യം പ്രതിരോധിക്കുകയും ഒരേ സമയം ആക്രമിക്കുകയും ചെയ്തത്. പിന്നീട് ആ ഉദ്യമത്തിൽ നിന്ന് മാറുന്നു. പിന്നീട് വരുന്നത് മുഹമ്മദ് ഷിയാസിൻ്റെ പേരാണ് ഉയർന്നു വരുന്നത്. അപ്പോഴും ഇതിൽ നിന്ന് അവർ ഇതിൽ നിന്ന് ഈ ഒരു നിലപാടിൽ നിന്ന് മാറിയില്ല എന്നതാണ്. പക്ഷേ ഇതിനിടയിൽ ചില ഒരു പാച്ച് വർക്കുകൾ എന്ന് പറയാവുന്ന രീതിയിൽ നടത്തിയത് വൈപ്പിനിൽ ലത്തീൻ സഭയ്ക്ക് വേണ്ടി, ലത്തീൻ സഭ ഇന്ന് വരാപ്പുഴ അതിരൂപത തന്നെ ലത്തീൻ സഭയ്ക്ക് അവിടെ പ്രാതിനിധ്യം വേണമെന്ന രീതിയിലെല്ലാം തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. അതിൽ മറ്റൊരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അവിടെ നടത്തിയത്. കാരണം അവിടെ ലത്തീൻ സഭയെ പരിഗണിക്കുന്നതോടൊപ്പം തന്നെ അത് വരാപ്പുഴ അതിരൂപതയുടെയും അതോടൊപ്പം തന്നെ കോട്ടപ്പുറം രൂപതയുടെയും എല്ലാം ഭാഗം ചേർന്ന് വരുന്നതാണ് ഈ വൈപ്പിൻ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് ഈ ലത്തീൻ സഭയെ തൃപ്തിപ്പെടുത്താനായിട്ട് അവിടം കൊണ്ട് കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും സഭയെ പറഞ്ഞു മനസ്സിലാക്കുന്നു. അങ്ങനെ മുഴുവൻ സീറ്റിലും പരിഗണിക്കാൻ കഴിയുന്നില്ല. വൈപ്പിൻ സീറ്റിൽ ഇപ്പോൾ ഇത് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരിഗണിച്ചു. എറണാകുളത്ത് നിലവിൽ പണ്ട് മുതലേയുള്ള ആ സാമുദായിക പരിഗണന തുടരുകയും ചെയ്യുന്നുണ്ട്. കൊച്ചിയിലേക്ക് വരുമ്പോൾ അവിടെ കൊച്ചി രൂപതയും അതോടൊപ്പം തന്നെ ആലപ്പുഴ രൂപതയുമുണ്ട്. രണ്ടു പേർക്കും അവിടെ പങ്കുള്ളൊരിടമാണ് കൊച്ചി മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചി മണ്ഡലത്തിൽ ആ രീതിയിലുള്ളൊരു സമവാക്യങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും ആലപ്പുഴ രൂപതയുടെ ഒരു ഭാഗമാണ്. അപ്പുറം അരൂരും തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് വരും. അവിടേക്ക് ഇത്തരം ഒരു നീക്കത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമാണ്, ഈ രീതിയിൽ മാത്രമാണ് ആ രീതിയിലേക്കുള്ളൊരു നീക്കുപോക്ക് സാധ്യമാകാതിരുന്നത്. അപ്പോൾ കൊച്ചി രൂപത പറയുന്നതും തങ്ങൾക്ക് മാത്രം ഒരാളെ കിട്ടാതെ പോയി എന്നുള്ള ഒരു പരിഭവം അവരുടെ ഭാഗത്തുണ്ട്. ആ പരിഭവം പറഞ്ഞു തീർക്കുന്നതിന് VD സതീശൻ നേരിട്ട് രംഗത്തിറങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം മുഹമ്മദ് ഷിയാസിന് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. പ്രത്യേകിച്ച് സഭ ഇങ്ങനെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നൊരു സമയത്ത് 1,30,000-ലധികം ലത്തീൻ സമുദായ അംഗങ്ങൾ വോട്ടർമാരായിട്ടുള്ളൊരു മണ്ഡലം കൂടിയാണ് കൊച്ചി മണ്ഡലം എന്ന് പറയുന്നത്. നിലവിൽ KJ മാക്സി സിറ്റിംഗ് MLA കൊച്ചി രൂപതക്കാരനാണ്. അങ്ങനെ അവർ കൊച്ചി രൂപത ഉദ്ദേശിക്കുന്ന ചേരുവകളെല്ലാം അവിടെ കൃത്യമാണ്. കഴിഞ്ഞ 2 തവണകളായി വിജയിച്ചു കയറുന്നു. ഇത്തവണ കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തൻ്റെ വിശ്വസ്തനെ തന്നെ കൈപിടിച്ച് ഉയർത്തേണ്ടത് VD സതീശൻ്റെ കൂടി ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അദ്ദേഹം നേരിട്ട് തന്നെ ഇത്തരം ഈ പരിഭവങ്ങൾ പറഞ്ഞു തീർക്കാൻ ഇറങ്ങുമെന്ന് തന്നെയാണ്. സജിത്ത്, ഓർക്കോ, ഇതിൽ കൊച്ചിയും വൈപ്പിനിലും ഒരു വിജയം നേടാൻ കഴിയുന്ന രീതിയിലേക്കാണ് ഈ നിലവിലെ ഈ കാൻഡിഡേറ്റുകൾ, ഈ സ്ഥാനാർത്ഥി നിർണയം UDF പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല. അതിന് സഭയുടെ കൂടി വലിയ രീതിയിലൊരു ഇടപെടലുണ്ടായാൽ
കൊച്ചിയും വൈപ്പിനും നിലവിൽ CPM-ൻ്റെ കൈവശമുള്ള കൊച്ചിയിലും വൈപ്പിനിലും നിർണായകമായ ആധിപത്യം നേടാൻ UDF കഴിയും, കോൺഗ്രസിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ 2 സീറ്റുകളിൽ വളരെ വ്യക്തമായ ലക്ഷ്യങ്ങളോടുകൂടിയാണ്, വളരെ വ്യക്തമായ ഗെയിം പ്ലാനോടുകൂടി തന്നെയാണ് UDF കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി VD സതീശൻ ഒരു അവസാന റൗണ്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ചർച്ചകൾ പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിൽ തന്നെ അറിയാനായിട്ട് സാധിക്കുന്നത്. സജിത. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ലത്തീൻ സഭയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിന്റെ നീക്കമാണ്. VD സതീശൻ തന്നെ നേരിട്ട് കളത്തിലിറങ്ങുന്നു എന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.